അബ്രാമോനെ ഞാൻ എൻ്റെ അച്ഛന് കാര്യം പറയട്ടെ. നീ മുമ്പ് സത്തൊക്കെ എടുത്തിട്ട് ഞാനും കൂടെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വാ. ആരെങ്കിലും തന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഭീഷണിയാണോ അവരെന്നെ പഠിച്ചത്. നിന്നെ ആരാണ് നിന്നെ കൊല്ലാൻ നിൽക്കുന്നത്. ഞാൻ വാർത്തക്കാർക്ക് പറഞ്ഞു നീ അത് തെറ്റ് ചെയ്യുന്നത്. അതിനിപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവർ പറഞ്ഞേക്കുന്നത് നാളെ 12-നും 11-നും ഇടയിൽ ഒരു സമയത്ത് അവർ നമ്മുടെ വീട്ടിൽ വന്ന് ബോംബ് വെക്കും. അതാണ് കാര്യം. ഞാൻ വേണമെങ്കിൽ അവരെ വിളിച്ചു തരാം. ഹലോ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നീ ഒരുത്തരെ കൊന്നില്ലേ? അവന്റെ അച്ഛനാണ് ഞാൻ. യന്ത്രാനോ? നാളെ 10 മണിക്ക് ഞാൻ ചുമ്മാ പറഞ്ഞു നിങ്ങളച്ഛനെ വീശിട്ടോ. നിങ്ങളച്ഛനൊരു പൊട്ടലല്ലേ? എന്നാ അതൊക്കെ പറഞ്ഞെന്ന് കേൾക്കാൻ പറ്റുന്നില്ല. എന്നാലും നാളെ നമ്മുടെ വിവരാത്മീയ ഏജൻസിയിൽ നീ വരിക. നമുക്ക് അവിടെ വെച്ച് ഇനി നടക്കാം. നീ പെട്ടെന്ന് തന്നെ വരും. അതോ നാളെ വരും. എന്ന് വരും. നീ വന്നില്ലെങ്കിൽ നീ കാണാൻ നിന്റെ അച്ഛനെയും ഞാൻ കൊല്ലും. അതാണ് ബാബുക്കുട്ടി ഏജൻസി. നിന്റെ അച്ഛനെ ഞാൻ നീ അറിയാതെ ചിലപ്പോൾ കൊല്ലും. നിന്റെ അച്ഛനെ നീ ചോദിച്ചോ. കണ്ടോ പറയുന്നത്? എനിക്കാണെങ്കിൽ പേടിയാവുന്നു. മോനെ നമുക്കെന്ന് ചോദിച്ചാൽ നീ നല്ല രീതിക്ക് പോയി അവരെ കൊന്നിട്ട് വരും. എൻ്റെ എല്ലാ ആശീർവാദവും കൊണ്ട് നിനക്ക് അഭിമാനമുണ്ട് ഗോവിന്ദ. അല്ല തേങ്ങ. അങ്ങനെ ബാബുക്കുട്ടി ഏജൻസിയിൽ വന്നിരിക്കുന്നു. ഞാനാണ് നീയല്ലേടാ അബ്രാം? ഞാനാണ് ബാബുരാജിന്റെ അച്ഛൻ. പേര് ഇതാതല്ലേ അറിയുള്ളത്? വെഗേറ്റ. എന്റെ പേര് മൈക്കിൾ. നീ കൊറേ ഇട്ട് അവനെ ഭീഷണിപ്പെടുത്തി കൊന്നല്ലോ. ഇല്ലടാ ഇല്ലടാ, നീ കൊറേ ഭീഷണിപ്പെടുത്തി. നീ എന്താണ് ഇവിടെ വന്നപ്പോ മാത്രം നീ എത്ര ഒന്നും പറയാത്ത എന്നെ പാണ്ടി തലേക്കാണ് ജനിച്ച് ചെടി അറിയണം. എപ്പോഴും ചെടിയൊക്കെ കൊണ്ടുവന്നിട്ട് Good.